നമസ്കാരം, ഡീറ്റോക്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ വളരെ ഒബ്സസ്ഡ് ആയിട്ട് പ്രേമിക്കുന്ന ഒരാളാണോ? നിങ്ങൾ എവിടെ പോയാലും എന്ത് ചെയ്താലും അതൊക്കെ ആൾക്കറിയണം. ആളുടെ കോൾ വന്നു കഴിഞ്ഞാൽ ഒട്ടും ഡിലേ ഇല്ലാതെ തന്നെ നിങ്ങളത് അറ്റൻഡ് ചെയ്യണം. ഇല്ലെങ്കിൽ കോൾ എടുക്കുന്നത് വരെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെയാണോ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ രീതികൾ? അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറിന് ലവ് ബ്രെയിൻ ഉണ്ടായേക്കാം. കഴിഞ്ഞ ദിവസം 18 വയസ്സുള്ള ഒരു ചൈനീസ് പെൺകുട്ടിക്ക് ലവ് ബ്രെയിൻ ഉണ്ട് എന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഷായു എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ഷായുവിൻ്റെ കഥ ഞാൻ പറയാം. ഷായു കോളേജിൽ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഇയറിൽ തന്നെ അവളുടെ ബോയ് ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അവർ അതിഭയങ്കരമായ ഒരു പ്രണയത്തിലേക്ക് വീഴുകയാണ്. ഷായുവിൻ്റെ പ്രണയം വളരെ ഒബ്സസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറുകയാണ്. അവൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് ഫോൺ എടുത്തോളണം. അയാളുടെ ഒരു ദിവസത്തെ ആക്ടിവിറ്റീസ് എല്ലാം വള്ളിപ്പുള്ളി തെറ്റാതെ അവളെ അറിയിക്കണം. ഇതൊക്കെ അവൾക്ക് വളരെ നിർബന്ധമുള്ള കാര്യങ്ങളായിരുന്നു. കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നത് ഒരു ദിവസം ഈ ബോയ് ഫ്രണ്ട് ഷായിൻ്റെ കോൾ എടുക്കാതിരിക്കാനായിട്ട് തീരുമാനിക്കുമ്പോഴാണ്. അന്നത്തെ ദിവസം അയാളുടെ ഫോണിലേക്ക് ഷായു ഡയൽ ചെയ്തത് ഏകദേശം 100ഓളം തവണയാണ്. അയാൾ കോളൊന്നും എടുത്തില്ല. അയാൾ തിരിച്ച് വീടെത്തിയപ്പോഴേക്കും ഷായു വളരെ വയലൻ്റ് ആയ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ വീട്ടിലെ മുഴുവൻ സാധനങ്ങളും തല്ലിപ്പൊളിച്ചു. ബാൽക്കണിയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യും എന്ന് അവൾ ഭീഷണിപ്പെടുത്തി. അതോടെ അവളുടെ ബോയ് ഫ്രണ്ട് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അയാൾ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തുകയും ചെയ്തു. പോലീസാണ് ഷായുവിനെ ദ ഫോർത്ത് പീപ്പിൾസ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അവിടുത്തെ ഡോക്ടർ ഡ്യൂനു ഷായുവിന് ലവ് ബ്രെയിൻ ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്തു. ലവ് ബ്രെയിൻ കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു പേരാണെങ്കിലും അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ് കേട്ടോ. ഷായുവിന് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറായിരുന്നു. ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ചെറുപ്രായത്തിൽ അച്ഛനമ്മമാരുടെ കെയറിങ് കിട്ടാതെ വളരുന്ന കുട്ടികൾക്കാണ്. അവരുടെ അവഗണനയെല്ലാം അനുഭവിച്ച് വളരുന്ന കുട്ടികൾക്കാണ്. ഇത് മറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ലൈക്ക് ബൈപോളാർ ഡിസോർഡർ, അതുപോലെ ഡിപ്രഷനും ആങ്സൈറ്റിയും അതിനോടൊപ്പം ചേർന്ന് കാണുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. ഇത് തുടക്കകാലത്ത് ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, യോഗ പോലെയുള്ള പ്രാക്ടീസസ് വഴി ഇത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതേസമയം ഷായുവിൻ്റെ അവസ്ഥ പോലെ ഒരു വേഴ്സ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ പിന്നെ മെഡിക്കേഷൻ അല്ലാതെ ഇതിൽ നിന്ന് തിരിച്ചു വരാൻ വേറെ ഒരു വഴിയുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണർ ഷായുവിൻ്റെ വഴിയിലേക്കുള്ള ഒരു യാത്രയിലാണെങ്കിൽ, ഇതിൻ്റെ എല്ലാം ഒരു തുടക്കം സ്റ്റേജാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെയോ സേവനം എടുക്കേണ്ടതാണ്, എത്രയും പെട്ടെന്ന് തന്നെ. ഈ വീഡിയോയുടെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.